പ്രോജക്ട് സൈലൻസ് ഇത് കൊറിയയിൽ നിന്ന് വന്ന ഒരു പുതിയ ഡിസാസ്റ്റർ ത്രില്ലറാണ്. നമ്മുടെ പാരസൈറ്റിലൊക്കെ അഭിനയിച്ച ലീ സുൻ ക്യൂ ആണ് ഇതിൽ നായകനായിട്ട് വന്നിട്ടുള്ളത്. ഡയറക്ടർ കിം ടേ ഗോൻ, അങ്ങനെയായിരിക്കണം പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഈ കൊറിയൻ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. മഞ്ഞ് നിറഞ്ഞ ഒരു ബ്രിഡ്ജിൽ ഒരു കൂട്ട ആക്സിഡന്റ് നടക്കുന്നു. അതിനെ തുടർന്ന് ഒരു അജ്ഞാത ജീവി എല്ലാവരെയും ഉപദ്രവിക്കുന്നു, അല്ല കൊന്നൊടുക്കുന്നു. അവിടെ പെട്ടുപോയവരുടെ കൂട്ടത്തിൽ രാജ്യത്തെ പ്രസിഡന്റിന്റെ ഒരു പ്രധാന സഹായിയും അയാളുടെ മകളും ഉണ്ടായിരുന്നു. ഇവർ അതിൽ നിന്നും സർവൈവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പടത്തിന്റെ കഥ. ഈ കൊറിയക്കാർക്ക് മാത്രം ഇമാതിരി വെറൈറ്റി തീംസ് എവിടുന്ന് കിട്ടുന്നു എന്നുള്ളതാണ് അത്ഭുതം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പടം എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് പടം ഒരു മിനിറ്റ് പോലും ബോറടിച്ചില്ല. നല്ല എൻഗേജിംഗ് ആയിട്ടാണ് പടം പോകുന്നത്. ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് കണക്ട് ആകുന്നുണ്ട് എന്നുള്ളതും വലിയ പോസിറ്റീവ് തന്നെയാണ്. അഭിനയിച്ച എല്ലാ താരങ്ങളുടെയും പെർഫോമൻസും നല്ലതായിരുന്നു. നായകനായിട്ട് വന്ന ലീ സുൻ ക്യൂവിന്റെ അവസാനത്തെ ചിത്രമാണിത്. അദ്ദേഹം കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു പോയിരുന്നു. നല്ല പ്രകടനമായിരുന്നു പുള്ളി. അദ്ദേഹത്തിന്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടി, അതുപോലെ ട്രക്ക് ഡ്രൈവർ, പിന്നെ ബാക്കി ആ ബ്രിഡ്ജിൽ പെട്ടുപോയ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്ത താരങ്ങൾ എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഗ്രാഫിക്സിൽ ജനറേറ്റ് ചെയ്ത ഇതിലെ ചില ജീവികളും. സൗണ്ട് ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ, എഡിറ്റിംഗ്, ഗ്രാഫിക്സ് ഒക്കെ നൈസായിട്ട് തന്നെ തോന്നി. ആ ഒരു ആക്സിഡന്റ് സീൻ ആദ്യത്തേത് എടുത്തേക്കുന്നത് പൊളിയായിരുന്നു. ചിലയിടത്ത് ഗ്രാഫിക്സ് അത്ര സുഖമില്ലേ എന്ന് തോന്നി, എങ്കിലും കുഴപ്പമില്ല. സോ ആകെ മൊത്തം ടോട്ടലിൽ എനിക്ക് പടം പേഴ്സണലി ഇഷ്ടമായി. അതിഗംഭീരം മസ്റ്റ് വാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു ഡീസന്റ് വൺ ടൈം കണ്ടു നോക്കബിൾ ഡിസാസ്റ്റർ ത്രില്ലറാണ് ഈ സിനിമ. പടം ഡിജിറ്റലി അവൈലബിൾ ആണ്. ഈ പടം ആക്ച്വലി കഴിഞ്ഞ മാസം കേരളത്തിൽ റിലീസ് ആയതാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, പടം കോട്ടയത്തൊന്നും ഇല്ലായിരുന്നു, ഉള്ളി തിരുവനന്തപുരം ആൻഡ് കൊച്ചി മാത്രം. അതുകൊണ്ടാണ് തപ്പിപ്പിടിച്ച് തന്നെ കാണണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പടം ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുമല്ലോ. അപ്പോൾ ശരി.